കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി കമ്മീഷൻ ചെയ്തത്. ചൈനയുടെ വെല്ലുവിളിയുള്ള പസഫിക് സമുദ്രമേഖലയിൽ ഇന്ത്യൻ നേവിയുടെ പ്രഹരശേഷി കൂട്ടാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി. ആന്ധ്രയിലെ വിശാഖപട്ടണത്ത് കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്ത രാജ്യത്തിൻ്റെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയുടെ വിശേഷങ്ങൾ അറിഞ്ഞുവരാം. INS അരിഘാത് എന്നാണ് രാജ്യത്തിൻ്റെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയുടെ പേര്. ശത്രുവിൻ്റെ ഘാതകൻ എന്നാണ് അരിഘാത് എന്ന വാക്കിനർത്ഥം. കടലിനടിയിൽ മണിക്കൂറിൽ 44 കിലോമീറ്റർ വരെയും ഉപരിതലത്തിൽ 28 കിലോമീറ്റർ വരെയും വേഗതയിൽ അരിഘാതിന് സഞ്ചരിക്കാൻ കഴിയും. 4 വിക്ഷേപണ ട്യൂബുകളുള്ള ഈ അന്തർവാഹിനിക്ക് 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള K-15 ബാലിസ്റ്റിക് മിസൈലുകളും 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള K-4 മിസൈലുകളും വഹിക്കാൻ കഴിയും. 6000 ടൺ ഭാരവും 83 മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടറുകളുമുള്ള അരിഘാതിന് കൂടുതൽ സമയം വെള്ളത്തിനടിയിൽ തുടരാനാകും. INS അരിഹാന്താണ് ഇന്ത്യയുടെ ആദ്യ ആണവായുധ അന്തർവാഹിനി. ഇതിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് INS അരിഘാത്. വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെൻറ്ററിൽ 2017 നിർമ്മാണം പൂർത്തിയായതു മുതൽ പരീക്ഷണങ്ങളിലായിരുന്നു INS അരിഘാത്. SSBN അഥവാ S3 എന്നാണ് ഇതിൻ്റെ ചുരുക്കപ്പേര്. ആദ്യത്തെ S ഷിപ്പിനെയും രണ്ടാമത്തെ S സബ്മെർസിബിളിനെയും B ബാലിസ്റ്റിക്കിനെയും N ന്യൂക്ലിയറിനെയും സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് കമാൻഡിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ഈ അന്തർവാഹിനി. അരിഘാത് പസഫിക് സമുദ്രത്തിനടിയിൽ ദീർഘകാലം പട്രോളിംഗ് നടത്തും. ആണവ റിയാക്ടറിൽ പ്രവർത്തിക്കുകയും ആണവ മിസൈലുകൾ വഹിക്കുകയും ചെയ്യുന്ന അന്തർവാഹിനി ആയതിനാൽ കമ്മീഷനിങ് ചടങ്ങിന് രഹസ്യ സ്വഭാവമായിരുന്നു. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠി, സ്ട്രാറ്റജിക് കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ സൂരജ് ബെറി, DRDO ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് ചടങ്ങിൽ പങ്കെടുത്തത്.